ഇതാ ഇതാ കുറിച്ചോ. മോളെ മോളെ ഹാപ്പി ബർത്ത്ഡേ മുത്തശ്ശി. മോളെ ഇതാ പാറു. ഇത് അമ്മേ അത് തരാട്ടോ. നേരത്തെ വരുമെന്ന് പറഞ്ഞ് നീ ഏതാ ലേറ്റ് ആയത്? എടാ ഞാൻ ആ ബിൽഡർ തങ്കച്ചന്റെ അടുത്തായിരുന്നു. ഏത് ആ ബിൽഡറോ? ആ അയാളുടെ സ്വഭാവം നിനക്കറിയാലോ. തരാനുള്ള പണം എങ്ങനെ വഹിക്കാന്ന് ഗവേഷണം നടത്തുന്ന ആളാ. പിന്നെ നാറി ഇന്നും പണം തരാതെ മുങ്ങാനുള്ള പരിപാടിയായിരുന്നു കക്ഷി. പക്ഷെ ഞാൻ വിട്ടില്ല. കിട്ടിയാ? കിട്ടി. ഹാപ്പിയാടെ? ഹാപ്പി. അതേ മോനെ നീ വന്നേ. ഒന്ന് അടുത്ത് വയ്ക്കണേ. നിക്കടാ. നീ വാ. രത്ന വന്നോ? ആര്? ആ ഗിരിയുടെ പെങ്ങളോ? രത്നവും പവിഴവും മുത്തും അങ്ങനെ സകല പെങ്ങന്മാര് വന്നിട്ടുണ്ട്. പോരാത്തതിന് ആ കരികലും വന്നിട്ടുണ്ട്. ആര്? ഗിരിയോ? ഇവരൊക്കെ ആരാ ഇങ്ങോട്ട് വിളിച്ചേ? നീയാണോ? എന്റെ പട്ടി വിളിക്കും. അതും ഗിരിയെ അവന്റെ ഈ പെങ്ങന്മാരെയും. പിന്നെ ആരാണ് ഇവരെ ഇങ്ങോട്ട് ക്ഷണിച്ചത്? നിന്റെ അനിയത്തി പാർവതിയാ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. പിന്നെ ആ ഗിരി നിന്റെ അച്ഛന്റെ ഡ്രൈവറായിട്ടാ കയറി കൂടിക്കൊണ്ട് വന്നത്. പക്ഷെ എല്ലാം നിന്റെ പെങ്ങളുടെ അറിവോട് കൂടി തന്നെയാ. പാർവതി തന്നെയാ എല്ലാവരെയും പ്ലാൻ ചെയ്ത് കൂട്ടിക്കൊണ്ട് വന്നത്. എനിക്കതൊക്കെ മനസ്സിലാവുന്നുണ്ട്. നിക്ക്, ഇവിടെ വെച്ച് നീ പാർവതിനോട് ഒന്നും സംസാരിക്കാൻ പോണ്ട. എടാ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവിടെ വെച്ച് ഒച്ചപ്പാടുണ്ടായ അത് മോശം. പിന്നെ ഗിരിക്ക് കൊടുക്കാനുള്ള ഒരു ഡോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഏതായാലും അവനെ ഞാൻ വെറുതെ വിടില്ല. തൽക്കാലം ഞാൻ അവനൊരു അവധി കൊടുത്തിരിക്കുക. അത്രേ ഉള്ളൂ. നീ വാ. ഇന്ദ്ര നീ ചെല്ല്, ഞാൻ വരാം. രത്നേ, നീ എവിടേക്കാ ഓടുന്നത്?
അതെ, നീ എന്തിനാ എന്റെ അടുത്ത് നിന്ന് എപ്പോഴും ഇങ്ങനെ ഒഴിഞ്ഞു വരാൻ കിടക്കുന്നത്? ഞാൻ അന്യനൊന്നും അല്ലല്ലോ. എന്നെ കണ്ടാൽ എപ്പോഴും മുഖം വീർപ്പിച്ചാണോ? ഞാനൊരു ഭീകരജീവിയൊന്നും അല്ല. നിന്റെ കല്യാണം മുടങ്ങിപ്പോയതിൽ സങ്കടപ്പെട്ട് നടക്കുവാണ്. അതെ, വെറുതെ ഓരോരുത്തന്മാരുടെ മുമ്പിൽ എന്തിനാ കെട്ടുകാഴ്ച പോലെ വന്ന് നിൽക്കുന്നേ? നിനക്ക് ചേരുന്നൊരു ബന്ധം നിന്റെ കൺമുമ്പിലുള്ളപ്പോ നീ അതൊക്കെ കണ്ടില്ലെന്ന് നടിക്ക. പാറുന്റെ വിവാഹം അടുത്തു. ഇനി അടുത്തത് എന്റേത്. ആർഭാടമായി കരിനീലിക്കാവ് ഞെട്ടിക്കുന്നൊരു കല്യാണം. കതിർ മണ്ഡപത്തിൽ എന്റെ കൂടെ ഇരിക്കേണ്ടത് വേറെ ആരുമല്ല,